ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല ശക്തമായ തീയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും പേടിക്കുന്നുണ്ടാവില്ലേ, എന്താ സംഭവം, ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ടെൻഷനും പേടിക്കേണ്ടതൊക്കെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു വീഡിയോ എന്ന രീതിയിലല്ല കേട്ടോ, ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. കുറേ തവണ ഞാൻ ആലോചിച്ചു ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ പിന്നെ എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നിങ്ങളും കൂടി അറിയണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങളും കൂടി ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവണം എന്ന ഒരു ചിന്ത എന്നിൽ ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിസംബർ മാസമാണ്, നല്ല തണുപ്പ് കാലമാണല്ലേ. രാവിലെയും വൈകുന്നേരവും നല്ല തണുപ്പാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, ഉച്ച സമയം ആയാലേ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ശക്തമായ ചൂടുണ്ടല്ലേ. ഈ തണുപ്പിൻ്റെ ഇരട്ടിയായിട്ട് നല്ല വെയിലും കഠിനമായ ചൂടുമാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 11 മണി 11:30 ആകുമ്പം ജസ്റ്റ് വീടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയ സമയത്താണ് ഫുള്ള് നിങ്ങൾ കണ്ടിട്ട് ഫസ്റ്റ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തീ, ഭയങ്കരമായിട്ട് തീ. ഞാൻ വിചാരിച്ചു എന്താ ആരെങ്കിലും തീ ഇടുന്നതാണോ, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയും വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് തീയാണ്, തീ പടരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും തിരിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം ടെൻഷൻ അടിച്ച് പേടിച്ച്, കാരണം തീ ഇങ്ങനെ പടർന്നാൽ മൊത്തം നാടിങ്ങനെ കത്തി നശിക്കുകയല്ലേ ചെയ്യില്ലേ. കാരണം ഇങ്ങനെയൊരു സ്ഥലമാണ് നമ്മുടേത്, പാറ പ്രദേശമാണ്. അപ്പോൾ പാറയ്ക്ക് നല്ലപോലെ ഇങ്ങനെ ഉണങ്ങിയ പുല്ലുകളുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ വീടിനടുത്തുള്ള കുഞ്ഞുമാവിനെയും അടുത്തുള്ള റിലേറ്റീവ്സിനെയും ഒക്കെ വേഗം വിളിച്ചു കൂട്ടി. അപ്പോൾ അവരൊക്കെ ഓടി വന്ന് ഫയർഫോഴ്സിനൊക്കെ വിളിച്ചു. അപ്പോൾ വിളിച്ചാടും ഫയർഫോഴ്സ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ വന്നാടും ഫയർഫോഴ്സ് ഇങ്ങനെ തീയൊക്കെ കെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ നാട് എന്ന് പറയുന്നത് തനി നാട്ടിൻ പ്രദേശമാണ്. വയലുകളും പുഴകളും തോടുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു തനി നാട്ടിൻ പ്രദേശമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഇങ്ങനെ പാറയിൽ നിറച്ചും ഉണങ്ങിയ പുല്ലുകളും അതുപോലെ തന്നെ മഴക്കാലമായാലും നല്ല പച്ചപ്പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ളതും അതുപോലെ കാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു തീ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എവിടെയും ഇങ്ങനെ തീ പടർന്നതോ ഒന്നും ഞാനങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി, ഒരു കുഞ്ഞ് തീ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു തീ, എന്തിനു പറയുന്നു, ഒരു സിഗരറ്റ് ആരെങ്കിലും വലിച്ചിട്ട് അത് ചാടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നാട് നശിക്കാൻ കാരണം ആവുന്നുള്ള കാര്യം ഇന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ കാരണങ്ങൾ പലതാണ് കേട്ടോ. കാരണം കഠിനമായ ചൂടുണ്ടെങ്കിൽ, വെയിലിൻ്റെ അതികഠിനമായ ചൂടുണ്ടെങ്കിൽ നമ്മളുടെ പുല്ലിൽ വെയിൽ ഏൽക്കുമ്പോൾ തന്നെ ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് പുല്ല് കത്തിയിട്ട് അങ്ങനെ തീ ആളിപ്പടരാം. അല്ലെങ്കിൽ ആരെങ്കിലും സിഗരറ്റോ തീപ്പെട്ടിക്കൊള്ളിയോ ഒക്കെ വച്ചിടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തീപ്പൊരി മതി ഇങ്ങനെ ആളിപ്പടരും. അതുമല്ലെങ്കിൽ ആരെങ്കിലും തീ ഇട്ടിട്ടുണ്ടെങ്കിൽ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ആ തീ ഇങ്ങനെ ആളിപ്പടരാം. അങ്ങനെ കാരണങ്ങൾ പലതാണ് ഇങ്ങനെ സംഭവിക്കാൻ കേട്ടോ. ഇവിടുത്തെ ഹസ്ബൻഡ് അച്ഛനും അമ്മയൊക്കെ പറയും ഭയങ്കര പേടിയാണ് തീനൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കും. അപ്പോൾ ഞാനിങ്ങനെ അവരെ കളിയാക്കും, ഒരു തീയല്ലേ, ഒരു പച്ചവെള്ളം ഒഴിച്ചാൽ അത് കെടില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും തീ ഇങ്ങനെ നമുക്ക് കെടുത്താൻ എന്തൊക്കെ വഴിയുണ്ട്, എളുപ്പത്തിൽ കെടുത്താലോ, എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് അതിൻ്റെ സത്യാവസ്ഥ കാര്യഗൗരവം എനിക്ക് മനസ്സിലായി. കാരണം ഇങ്ങനെ തീ പുല്ലിലിങ്ങനെ ആളിക്കത്തുമ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം അടിച്ചാലും ഈ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ തീ നിൽക്കുന്നില്ല. പിന്നെ ഫയർ ഹോസ് വരലേ നിവർത്തിയുള്ളൂ. ഫയർ ഹോസ് വരുമ്പോൾ അവരെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവുമല്ലോ, വെള്ളമാണെങ്കിലും എന്തെങ്കിലും വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേഗം അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിലൊന്നും നിൽക്കുന്ന കാര്യമല്ല ഈ ഒരു തീ എന്നുള്ള കാര്യം എനിക്ക് ഇന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ചിലർക്കൊക്കെ തീ എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിരിക്കുമല്ലോ, ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ തീ കെടുത്താം, അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് തീ കെടുത്താൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനസ്സിലായി, നമ്മുടെ പാറയിലുള്ള പുല്ലിലൊക്കെ തീ വീണിട്ടുണ്ടെങ്കിൽ നമ്മളിലൊന്നും ഒതുങ്ങുന്ന കാര്യമല്ല ഈ തീ എന്ന് പറയുന്നത്. നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, നമുക്ക് വേഗത്തിൽ കെടുത്താൻ പറ്റും, പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ അടിച്ചിട്ട് കെടുത്താം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളിലൊന്നും ഒതുങ്ങില്ല, എത്ര വെള്ളം അടിച്ചാലൊന്നും തീ അണയില്ല. അപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ശ്രമിച്ചിട്ടാണ് ഈ ഒരു
തീ നമ്മൾ അണക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സത്യം പറയാലോ, നമ്മളൊരു 11:30-12 മണി ആ സമയത്തൊന്നും പുറത്തേ ഇറങ്ങാറില്ല കേട്ടോ, അകത്ത് തന്നെയാണ് ഉണ്ടാവില്ല. ഇന്നെന്തോ ഭാഗ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു കാഴ്ചയാണ്, ഫുള്ള് തീ. എന്നാടും ആൾക്കാരെ വിളിച്ച ആ ഒരു സംഭവം പെട്ടെന്ന് കൈകാര്യം ചെയ്തതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ ഒരു വിധം കത്തി നശിച്ചേനെ, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചേനെ. ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രദേശവും ഇതുപോലെ ചിലപ്പോൾ പാറയും ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത്തരത്തിലുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാമെന്ന് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും. എങ്കിലും കൂടി ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഇത്തരത്തിലുള്ള പുല്ലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. പ്രധാനമായിട്ടും നിങ്ങൾ തീ ഇട്ടിട്ട് നശിപ്പിക്കാൻ നോക്കരുത്. ഇന്ന് തീ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അതിൻ്റെ ചെറിയൊരു തീപ്പൊരി മതി, നാളെ ഉച്ചയൊക്കെ ആകുമ്പോൾ ആ തീപ്പൊരി ആളിക്കത്തി ഇത്തരത്തിലുള്ള അവസ്ഥ വരാം. അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ സിഗരറ്റൊക്കെ വലിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുല്ലുകളിലേക്കൊന്നും വലിച്ച് എറിയാണ്ട് നോക്കുക. അതുപോലെ നല്ല തീ ചൂടൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് പെട്ടെന്ന് കൈകാര്യം ചെയ്ത് പെട്ടെന്ന് അത് അണക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക കേട്ടോ.